വോയിസ് റെക്കോർഡുകളുണ്ട്. എന്നെ കൊല്ലണം, എന്നെ അങ്ങനെ ആക്കണം, എൻ്റെ വീട് ആക്രമിക്കണം, എന്നെ എന്നെ എൻ്റെ ഭർത്താവിനെ ഇതാക്കണം, എന്നെ എങ്ങനെ ആക്കണം, എൻ്റെ വീട്ടുകാരെ ഇതാക്കണം, എവിടെ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം മൈക്ക് കെട്ടി വെച്ച് പറയണം, അങ്ങനെ 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 പറഞ്ഞ്. ഹായ്, സീമ വിനീതിന്റെ ഒരു വീഡിയോ കാണാനിടയായി. പുള്ളിക്കാരത്തി വളരെ വൈകാരികമായിട്ടൊരു വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ഭയങ്കര വിഷമമുണ്ടായ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരെന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് സോഷ്യൽ മീഡിയ കൂടെ സ്പ്രെഡ് ചെയ്തു. അതായത് ഒരു പോസ്റ്റോ മറ്റോ ഇട്ടിട്ടുണ്ടായിരുന്നു. 2-3 വിവാഹം കഴിച്ച ശേഷം ആ വിവാഹ ബന്ധങ്ങളൊക്കെ കളഞ്ഞ ശേഷം അതിനകത്ത് കുട്ടികളുണ്ടെങ്കിൽ അവരെയും കൂടെ ഉപേക്ഷിച്ച ശേഷം ഞാൻ ട്രാൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നവരെ ഞാൻ അംഗീകരിക്കില്ല, എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അവർ ട്രാൻസ് അല്ല, അവർക്ക് വേറെന്തോ ലക്ഷ്യമുണ്ട് എന്ന് പുള്ളിക്കാരത്തി എഴുതിയിട്ടു. ഇത് മാത്രമല്ല, ഇതിന് മുമ്പും അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ സീമ പറഞ്ഞിട്ടുണ്ട്. ലൈവില് വരാറില്ല. അപ്പോൾ ഇന്ന് ലൈവിൽ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം 2-3 ദിവസങ്ങളായിട്ട് ഞാൻ വളരെയധികം മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ അനുഭവമാണ്. കാരണം എനിക്കൊരിക്കലും ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ച ട്രാൻസ് വ്യക്തികളെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ഉള്ള കാര്യമാണ്. കാരണം ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ വിവാഹം കഴിച്ചതിന് ശേഷം ഞാൻ ട്രാൻസ് ആണ് എന്ന് പറഞ്ഞ് വന്നിട്ടുള്ള വ്യക്തികളെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഉള്ള കാര്യം തന്നെയാണ്. ഞാൻ ആ പോസ്റ്റ് റിമൂവ് ചെയ്തിട്ടില്ല. ആ സ്റ്റാൻഡിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ച വ്യക്തികൾ, കുട്ടികളുള്ള വ്യക്തികൾ എനിക്കൊരിക്കലും ട്രാൻസ് ആയിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടുണ്ട്. അതിനോട് ബന്ധപ്പെട്ടാണ് ഞാനിപ്പോൾ ലൈവിൽ വന്നത്. ഞാനിപ്പോൾ വർക്കിന് പോയിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയതേ ഉള്ളൂ. ഷൊർണൂരായിരുന്നു വർക്ക്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് വോയിസുകൾ കേൾക്കാനായിട്ട് ഇടയായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വോയിസുകളാണ്. അത് നിങ്ങൾക്ക് ഞാനത് കേൾപ്പിച്ചു തരാം. അതിൽ ഞാൻ കുറച്ച് ആൾക്കാരുടെ വോയിസ് ഞാൻ എടുത്തിട്ടുണ്ട്. സീമ എനിക്ക് ഭയങ്കര അക്സെപ്റ്റൻസ് ഉള്ളൊരു വ്യക്തിയാണ്. കാരണം മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ മാത്രമല്ല, അവരുടെ ഒരു അവസ്ഥയാണല്ലോ ഈ പറയുന്ന പ്രസ്തുത സംഗതി. അപ്പം ട്രാൻസ് ആയി എന്നുള്ളതിൻ്റെ ചുമ്മാ വേഷം കെട്ടല്ലാതെ സീമയെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോൾ ട്രാൻസ് ആണെങ്കിൽ നമുക്ക് ചിലരെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, പക്ക മനസ്സിലാവും. കാരണം മേക്കപ്പ് അത്രത്തോളം വാരി അടിച്ച് ദേഹത്ത് ഇട്ടിട്ടുണ്ടാകും. പക്ഷേ അത് അങ്ങനെയല്ല. മിതത്വം, അതിൻ്റെ പോലെ തന്നെ സൗന്ദര്യവും എല്ലാം കൂടെ ചേർന്നിട്ട് ശരിക്ക് അവരൊരു സ്ത്രീയായിട്ട് തന്നെയാണ് ജീവിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അത് ശരിക്കും റിയൽ ട്രാൻസ് ആണെന്ന് മനസ്സിലാകും. അതേപോലെ നാദിറ, നമ്മുടെ ബിഗ് ബോസിലെ കൊച്ച്. അപ്പോൾ ഇവർ രണ്ടുപേരും തീർച്ചയായിട്ടും ഇവർക്കൊരു മാതൃകയാണ്. സൂര്യയ്ക്ക് പോലും ഇത്രയധികം ആളുകളിലേക്ക് ഇറങ്ങാനോ ഇങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഇവർക്കുണ്ടെന്ന് കാണിച്ചു കൊടുക്കാനോ പറ്റിയിട്ടുണ്ടെന്നാണ് മനസ്സിലായിട്ടുള്ളത്. ഈ ശസ്ത്രക്രിയ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾക്ക് പണം വേണം, അതിന് വേണ്ടിയിട്ട് പലപ്പോഴും പാലത്തിൻ്റെ അടിയിൽ കാണുന്നത് ഈ വിഭാഗക്കാർ തന്നെയാണ്. അതായത് നന്നായിട്ട് കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നവരാണ് LGBTQ കമ്മ്യൂണിറ്റി എന്ന് പറയേണ്ടി വരും. അത്രത്തോളം പ്രശ്നം അവർക്കിടയിലുണ്ട്. ഇതിനൊരു പരിഹാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഇപ്പോൾ അഭിഷേക് കെ എന്ന് പറയുന്ന ഒരാളുണ്ട്. പുള്ളി ബിഗ് ബോസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ്റെ അമ്മ അവനൊരു ഗേ ആണെന്ന് മനസ്സിലാക്കി ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രംഗമുണ്ട്. സോ ഈച്ച് ആൻഡ് എവറി ഫാമിലി ഇവരിങ്ങനെയാണെന്ന് മനസ്സിലാക്കി ആക്സെപ്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമാണ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ സീമ പറഞ്ഞിരിക്കുന്ന വിഷയം എന്തെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിനെ തുടർന്ന് ഗ്രൂപ്പുകളിലൊക്കെ സീമയെ ആക്രമിക്കണമെന്നും സീമയുടെ കല്യാണം മുടക്കണമെന്നും കല്യാണത്തിന് വന്ന് കിടന്നുകൊണ്ട് പെർഫോമൻസ് നടത്തണമെന്നൊക്കെ പറയുന്നുണ്ട്. താഴെ ഒരുപാട് കമൻസും വരുന്നുണ്ട്. നിങ്ങൾ ധൈര്യമായി നിൽക്കൂ, അവരൊന്നും ചെയ്യത്തില്ല, അല്ല അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ആ സ്ത്രീ പറഞ്ഞതൊരു വലിയ സത്യമാണ്. സീമ പറഞ്ഞതൊരു വലിയ സത്യമാണ്. ഇവിടെ പലരും അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി LGBT കമ്മ്യൂണിറ്റി മിസ്യൂസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഈ ഗേ സെക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് ആണുങ്ങളോടാണ് താല്പര്യം. അപ്പോൾ അങ്ങനെയുള്ളവർ ഇപ്പോൾ ആണുങ്ങളായിട്ടുള്ളവർ തന്നെ പെൺവേഷം കെട്ടിയിട്ട് അതിലുള്ള ആണുങ്ങളെ വിവാഹം കഴിക്കും. അവർക്ക് ആണുങ്ങളോടാണ് താല്പര്യം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വൈകൃതങ്ങളോ അതിൻ്റെയൊക്കെ ബാക്കിയുള്ള വാല്യൂ ഒന്നും ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർ നമ്മുടെ ഇടയിൽ ഒരു ജീവൻ തന്നെയാണ്. അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം തന്നെ, കേന്ദ്ര മൊത്തത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സർക്കുലറുണ്ട്. പോലീസ് അധികാരികൾ അവരോട് മാന്യമായി മാത്രമേ ബിഹേവ് ചെയ്യാൻ പാടുള്ളൂ. അത് വളരെ സ്ട്രിക്റ്റായിട്ട് പാലിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് എന്നുമൊക്കെയുണ്ട്. ചില സമയങ്ങളിലൊക്കെ അതിര് വിട്ട് പോലീസുകാർ ഇവർ തല്ലുന്നതിൻ്റെ റീസൺ ഇതിനകത്ത് ഒരുപാട് ക്രിമിനലുകൾ കൂടിയിട്ടുണ്ടെന്നുള്ള തിരിച്ചറിവാണ്. അവരുടെ ക്രിമിനലിസം മറയ്ക്കാൻ അവരേറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇതുപോലെ വേഷം കെട്ടിക്കൊണ്ട് നടക്കുക എന്നുള്ളതാണ്. എനിക്കിവരോടുള്ള ദേഷ്യവും ഈ ഒരു വേഷം കെട്ടൽ കൊണ്ടാണ്. അവർക്ക് സ്ത്രീയാകാനുള്ള താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഹോർമോൺ ഇംബാലൻസിലാണ്, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അവർക്ക് സ്ത്രീ ആകാം, അതിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ എന്തിനാണ് ഈ അമിതമായ വേഷം കെട്ടൽ? അമിതമായ കോസ്റ്റ്യൂംസ് ധരിക്കുക, അല്ലാണ്ട് സ്ത്രീകളെന്നാൽ അങ്ങനെയാണോ? എനിക്കപ്പോൾ സ്ത്രീത്വത്തിനെ അപമാനിക്കുന്നതായിട്ടാണ് തോന്നാറുള്ളത്. അവർക്കറിയില്ല എന്താണ് സ്ത്രീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. സ്ത്രൈണതയുണ്ട്, അത് ആണിനുമുണ്ട് പെണ്ണിനുമുണ്ട്. ചില ആണുങ്ങളിൽ സ്ത്രൈണത ഉണ്ട് എന്നുള്ളത് സത്യവുമാണ്.
പക്ഷേ ഇത് ആ രീതിയിൽ വന്ന ഒരു അസുഖമല്ല, അങ്ങനെയാണ് അവരുടെ ജനനം, അങ്ങനെയാണ്. ഇപ്പോൾ ചിലപ്പോൾ ഇനി കമ്മിങ് ഡേയ്സിൽ ഒരുപാട് പേര് ഇതേ ഫിഗറിലേക്ക് വരാനും ചാൻസസ് ആണ് there. പക്ഷേ നമ്മൾ ചില സമയങ്ങളിൽ ചില കുട്ടികൾക്കുണ്ടാകുന്ന ഒരു പൊതു ഇതാണ് 10th 12th ഗ്രേഡിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടിയോ പ്രണയമോ അല്ലെങ്കിൽ അതുപോലുള്ള യാതൊന്നിലും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഉടനെ അവരെ ട്രാൻസ് ആണെന്ന് കൺസിഡർ ചെയ്യരുത്. അത് ചിലപ്പോൾ അവർക്ക് മറ്റെന്തെങ്കിലും കോൺസെൻട്രേഷൻ കൂടുന്നത് കൊണ്ട് വരുന്ന ഒരു കാര്യമായിരിക്കാം. പിന്നൊരു കാര്യവുമുണ്ട്, അവർക്കൊരു വിമുഖത ഉണ്ടാവും, ഇത്തരത്തിലുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് അങ്ങനെയൊക്കെ ഉള്ളതിൽ ഒരു വിമുഖത ഉണ്ടാവും. അതിനെയും ട്രാൻസ് ആണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവരെയും കൂടി ഇതിനകത്ത് ചേർക്കാനുള്ള ഒരു കുൽസിത നടക്കുന്നുണ്ട്. ഇവർക്കൊരു ഗ്രൂപ്പും ഇതുമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പലരും പെട്ടെന്ന് അതിനകത്ത് പോയി ചേരുക എന്നുള്ളതാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ കൂട്ടായ്മയിൽ നിറച്ച് ക്രിമിനൽസ് ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പോലീസുകാർ തന്നെ ഇവരെ ക്രോസ് വാച്ച് ചെയ്യുന്ന ഒരു രംഗമുണ്ട്. അതിനേക്കാൾ ഉപരി ഇപ്പം എറണാകുളം പാലാരിവട്ടം പാലത്തിൻ്റെ അടിയിൽ പോയി നോക്കിയാൽ ഇഷ്ടം പോലെ ലൈംഗിക തൊഴിലാളികളായിട്ട് കാണുന്നത് ഈ ട്രാൻസിനെ തന്നെയാണ്. അപ്പം കുത്തഴിഞ്ഞ ജീവിത രീതികൾ, അല്ലെങ്കിൽ ഇവർക്ക് ശസ്ത്രക്രിയ നടത്തി ഇവർക്ക് പിന്നെ പെണ്ണാവാനോ ആണാവാനോ ഒക്കെ താല്പര്യമുണ്ടാവും. അതിൻ്റെ ഫണ്ട് അവർ ശേഖരിക്കുന്നത് ഇത്തരത്തിലുള്ള കുത്തഴിഞ്ഞ രീതി തന്നെയാണ്. ഇത് സമൂഹത്തിലുണ്ടാക്കുന്ന പ്രശ്നം എയ്ഡ്സ് പോലുള്ള മാരക രോഗങ്ങൾ പകരും. അതേപോലെ തന്നെയാണ് ഈ അരാജകത്വം നിലനിൽക്കും എന്നുള്ളതാണ്. ചെറിയ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും ഞാൻ ട്രാൻസ് ആയോ എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഓടിപ്പോയി ഈ പറയുന്ന സംഘടനയിലെ ഭാഗമാവുകയും അവർ കാണിക്കുന്ന സർവ്വപേക്കൂത്തിനും കൂടെ നിൽക്കേണ്ടിയും വരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സീമ പറഞ്ഞതൊരു വളരെ വലിയ പോയിന്റാണ്. അവർക്ക് പെട്ടെന്നുണ്ടായ വൈകാരിക വിക്ഷോഭത്തിൽ പറഞ്ഞ കാര്യമല്ല, അത് ചിന്തിക്കേണ്ട, അറിയേണ്ട, അത് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഇപ്പോൾ അവരെ പ്ലാൻ ചെയ്യുന്നുണ്ട് കൊല്ലാനായിട്ടൊക്കെ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയതിൻ്റെ പേര് കൊല്ലാൻ ആഹ്വാനം ചെയ്യുകയും കൊല്ലും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുകയും അവരുടെ വിവാഹം മുടക്കുമെന്നൊക്കെ പറയുന്നിടത്ത് തീർച്ചയായിട്ടും ഷീസ് ഇൻ ട്രബിൾ എന്നുള്ളത് വാസ്തവമാണ്, ഭയപ്പെടേണ്ടതാണ്. ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്ന് പറയുന്നു. തീർച്ചയായിട്ടും അത് കെയർ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഫിലിപ്പൈൻസിലൊക്കെ ഉണ്ടല്ലോ, ഫിലിപ്പൈൻസും മറ്റ് രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ഈ ട്രാൻസ് വിഭാഗം ഒത്തിരി വരുന്നുണ്ട്. അവർക്ക് ചില കൺസിഡറേഷൻ കൊടുക്കുമ്പോൾ അത് അമിതമായി ഉപയോഗിക്കപ്പെട്ടുകൊണ്ട് ബാക്കി സാധാരണ ജീവിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് പിന്നെ ഇടിച്ചു കയറുന്ന ഒരു രീതിയുണ്ട്. എൻ്റെ ഒരു അറിവിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഫിലിപ്പൈൻസിലാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം അവിടെയും ഇതുപോലെ അക്സെപ്റ്റൻസ് ഉണ്ട് സർക്കാർ തലങ്ങളിൽ. നമ്മുടെ നാട്ടിലും ഇതിന് അക്സെപ്റ്റൻസ് ഉണ്ട്. പിന്നെ അക്സെപ്റ്റ് ചെയ്ത സ്ഥിതിക്ക് അവരെ പൊതുസമൂഹത്തിലേക്ക് ഇറക്കി വിടാതിരിക്കുക, നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ചേർത്ത് പിടിക്കുക, അവിടെ വെച്ച് തന്നെ അവർക്ക് അത്യാവശ്യം എഡ്യൂക്കേഷനും നന്നായി ജീവിക്കാനുള്ള എല്ലാ രീതിയിലുള്ള എക്സ്പ്ലനേഷനും കൊടുക്കുക എന്നതിനപ്പുറമാണ്. വിവാഹ ജീവിതം അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ അതിന് സൊല്യൂഷൻസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം ഒന്നടങ്കം മുന്നോട്ട് വന്ന് ഇതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഇപ്പം ആണായി ജനിക്കുന്ന പെണ്ണും പെണ്ണായി ജനിക്കുന്ന ആണും കൂടെ തമ്മിൽ വിവാഹം കഴിച്ച വേറെ പ്രശ്നമില്ലല്ലോ. ലിംഗവ്യത്യാസങ്ങൾ അവർക്ക് ഉണ്ട് എന്നതിനപ്പുറം ബാക്കി കറക്റ്റ് അല്ലേ? അങ്ങനെയാണല്ലോ ഇപ്പം മറ്റേ കോഴിക്കോടുള്ള ആ കുട്ടിയും ഒരു കുഞ്ഞിന് ജന്മം നൽകിയത്. അവരുടെ ആ ഒരു വ്യത്യാസം അവർ തമ്മിൽ തന്നെ അത് സോൾവ് ചെയ്തപ്പം അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചില്ലേ. അപ്പം അതുപോലെ എന്തെങ്കിലും സൊല്യൂഷൻസ് കണ്ടെത്തുന്നതായിരിക്കും സേഫ്റ്റി. ഇവരെയൊക്കെ കൊണ്ട് നടക്കുന്ന ദിയാസനയൊക്കെ പോലുള്ള ഫ്രോഡുകൾക്കൊപ്പം ഇവർ പോയി ചേരുന്നതാണ് ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയ ഇത്. അതായത് ഇവരെ വലിപ്പിക്കാൻ അല്ലെങ്കിൽ ഇവരെ മോശപ്പെടുത്താൻ അങ്ങനെയുള്ള കുറേ ഫ്രോഡുകൾക്ക് സാധിക്കും എന്നുള്ളതാണ് വസ്തുത. അതൊക്കെ പക്ക ഫ്രോഡുകളാണ് എന്നുള്ളതാണ്. ഇവർക്ക് കൂട്ടായ്മയിലുണ്ട്, ഞങ്ങൾ നയിക്കാം, ഞങ്ങൾ മുമ്പ് നിൽക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെയൊക്കെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ മിസ്ലീഡ് ചെയ്യുകയും മിസ്ഗൈഡ് ചെയ്യുകയും അതേപോലെ മിസ്യൂസ് ചെയ്യുകയും ചെയ്യുന്നത് അത്തരക്കാരാണ്. അവരിൽ നിന്ന് ഇവർക്കൊരു അവയർനെസ്സും ഒരു സെക്യൂരിറ്റിയും അനിവാര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പോൾ സൂര്യയൊക്കെ പോലുള്ളവരാണെന്ന് തോന്നുന്നത് ഇത്തരം സംഘടനകളൊക്കെ ഉണ്ടാക്കിയത്. പക്ഷെ അത് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല വെച്ചാലും തീർച്ചയായിട്ടും അതൊരു അപജയം തന്നെയാണ്. ഇനി ഈ പെൺകുട്ടി പറയുന്ന മറ്റൊരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിവാഹം കഴിഞ്ഞ ശേഷം 2 വിവാഹം കഴിഞ്ഞ ശേഷമാണ് താനൊരു ട്രാൻസ് ആണെന്ന് മനസ്സിലാക്കുന്ന കാര്യമാണ് പറയുന്നത്. അതെങ്ങനെ പോസിബിൾ ആകും? ആദ്യത്തെ വിവാഹം പിന്നെ അത് ഫ്ലോപ്പായി, രണ്ടാമതൊരു വിവാഹം അതും ഫ്ലോപ്പാവുന്നു, പിന്നെ മനസ്സിലാവുന്നു താനൊരു ട്രാൻസ് ആണെന്ന്. അതിനകത്ത് തന്നെയല്ലേ കള്ളത്തരം. അപ്പോൾ കുത്തഴിഞ്ഞ ജീവിതവും ജോലി ചെയ്യാൻ വയ്യാതെ ഇതേപോലെ പിടിച്ച് ജീവിക്കാനും താല്പര്യപ്പെടുന്നവർ കാണിക്കുന്ന കുൽസിതം മാത്രമാണ് അത് എന്നുള്ളതാണ് വസ്തുത. കുറച്ച് ഭാഗം മാത്രം ഞാനത് കട്ട് പേസ്റ്റ് ചെയ്ത് ഞാൻ ഇതിൻ്റെ ഒപ്പം വയ്ക്കുന്നു. സീമയുടെ നിങ്ങൾ കേട്ട് നോക്കുക. എനിക്ക് മനസ്സിലായത് ഷീ നീഡ് സപ്പോർട്ട്. ആ ഭാഗത്ത് എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവളെ ചേർത്ത് പിടിക്കുകയും സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. ഈ ഒരു അവസ്ഥയിൽ കൂടെ പാസ് ത്രൂ ആകുമ്പോൾ ഉണ്ടാകുന്ന തരോമയാണ് ആ കുട്ടി കാണിച്ചത്, ഡിപ്രഷൻ. അതൊക്കെ എൻ്റെ ഒരു അറിവിൽ ബാക്കിയുള്ള ട്രാൻസ് വിഭാഗത്തിനെ പോലെ ഒന്നുമല്ല. പിന്നെ സീമ സ്പെഷ്യലാണ്. സീമ ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന കുട്ടിയാണ്. ഒത്തിരി കാര്യങ്ങളിൽ അവൾ മുൻപോട്ട് വന്ന്
പൊതുസമൂഹത്തിന് വേണ്ട രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ മോശം പറയുന്ന തലത്തിലേക്ക് അല്ലാതെ നല്ലൊരു യൂട്യൂബർ കൂടിയാണ് ആ കുട്ടി. എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. എൻ്റെ ഭാഗം ഞാൻ ഇവിടെ വെക്കുന്നു, കേട്ടു നോക്കുക. ആർക്കെങ്കിലും സോഷ്യൽ സർവീസ് നടത്തുന്നവർക്ക് ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെൺകുട്ടിയെ സഹായിക്കണം. ഒറ്റയ്ക്കാണ് അവളെ സഹായിക്കേണ്ട ഒരു അനിവാര്യ ഘട്ടമുണ്ട്. പറഞ്ഞ വിഷയങ്ങളിൽ ഭരണാധികാരികൾ തീർച്ചയായിട്ടും ഒന്നുകൂടെ വിചിന്തനം നടത്തി അന്വേഷണാർത്ഥമായിട്ട് എല്ലാവരെയും ഒന്നുകൂടെ ക്രോസ് വാച്ച് ചെയ്യേണ്ട അനിവാര്യ ഘട്ടമുണ്ട്. ഇവരുടെ സംഘടനയ്ക്കകത്ത് ഒരുപാട് പേര് ഇതുപോലുള്ള വൃത്തികെട്ട ക്രിമിനലുകൾ ചേർന്ന് കൂടിയിട്ടുണ്ട്. അവറ്റകൾ ചേർന്ന് ഇതുപോലെ ക്രൈം നടത്തും. ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ദോഷം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അല്ലാത്ത ട്രാൻസ് വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് പോലും ഇതൊരു വലിയ ഭാരമായിരിക്കും. അവർക്ക് സമൂഹത്തിൽ സ്വസ്ഥത ഉണ്ടാവത്തില്ല. ഇപ്പം എനിക്ക് പേഴ്സണലി അറിയുന്ന ഒത്തിരി കുട്ടികളുണ്ട്, വളരെ സാധുക്കളാണ്, ഒന്നും അറിയത്തില്ല. അവർ ഒറ്റപ്പെട്ടു പോയി, കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയി, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയത് കൊണ്ട് തന്നെ അവർ വല്ലാണ്ടൊരു ഡിപ്രഷൻ സ്റ്റേജിലും പിന്നെ ഒരു ഷൈനസും ഒക്കെ ഉള്ള ആൾക്കാരാണ്. അവരെയൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇവരൊക്കെ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയാം. അതേസമയം നമ്മളടുത്ത് പൈസ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല, ട്രെയിനിലൊക്കെ വെച്ചിട്ട് കാണിക്കുന്ന ചില ആറ്റിറ്റ്യൂഡും മൃഗീയമായിട്ട് നമ്മൾ വൾഗറിസം പറയുക മാത്രമല്ല ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. സത്യത്തിൽ ഇതൊക്കെ ക്രിമിനൽസാണ്. അവരൊന്നും റിയലി ഇങ്ങനെ ഒരു അസുഖക്കാരല്ല. ഇതൊരു അസുഖമല്ല, ബട്ട് ഈ ഒരു അവസ്ഥക്കാരല്ല. വാസ്തവത്തിൽ അവർക്കൊക്കെ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊരു ടേം ഉള്ളത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അവർക്ക് അവരുടെ ക്രൈം മറയ്ക്കാനുള്ള ഒരു സൊല്യൂഷനാണെന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളതാണ്. ഈ പരിപാടിക്കൊക്കെ അവർ ചുക്കാൻ പിടിച്ച് കിടക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാൻ ഇതിൻ്റെ ഒപ്പം സീമയുടെ കുറച്ച് ഭാഗങ്ങൾ ചേർത്ത് വയ്ക്കുന്നുണ്ട്, കേട്ട് നോക്കുക. ആർക്കെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ പെൺകുട്ടിയെ വിളിച്ച് കാമാക്കാൻ ശ്രമിക്കുക. അവളുടെ ചാനലുണ്ട്, സീമ വിനീത് തന്നെയാണ്. എൻ്റെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുണ്ട് സോഷ്യൽ മീഡിയയിൽ. എനിക്ക് താങ്ങുന്നില്ല. ഈ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണെങ്കിലും എനിക്കിങ്ങ് ഈ വോയിസിലൊക്കെ കേട്ട സമയത്ത് എനിക്കിങ്ങ് വീട്ടിലെത്തിക്കോളാൻ മതിയായിരുന്നു. ഞാൻ അത്ര ഇതായിട്ട് ഞാൻ എങ്ങനെയോ ഞാൻ വീട്ടിലെത്തി. കാരണം ഞാൻ എൻ്റെ ഈ വീടായ കാലം മുതൽ എല്ലാ ആൾക്കാരുണ്ട്, എല്ലാ ഇതുണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് പേടിയുണ്ട്. ഇത്ര ആൾക്കാരെ ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ, ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ ഒരുപാട് ഗുണ്ടായിസം വെച്ച് നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവര് എന്ത് ചെയ്യാൻ മടിക്കാത്ത ആൾക്കാരാണ്. ഇവരെ കാരണം ഒരുപാട് ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും മൂടി ആൾക്കാർ ഇങ്ങനെ സേവ് ചെയ്ത് കൊണ്ടുപോവാണ്. മുമ്പൊരിക്കൽ ഞാൻ ഇതുപോലെ ട്രാൻസ് വ്യക്തിക്ക് ഒരിക്കലും പ്രസവിക്കാൻ കഴിയില്ലെന്നും ട്രാൻസ് മെൻസിന് അതിനുള്ള സയന്റിഫിക്കലി അതിനുള്ള ഇതുണ്ടെന്നും ഞാൻ സയന്റിഫിക്കലി ഇതുള്ളത് വെച്ചിട്ട് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും അന്നും ഇതുപോലെ, പക്ഷെ ഞാൻ ഇതുവരെ ആ ഒരു കാര്യം ഞാൻ പൊതുസമൂഹത്തിൽ ഷെയർ ചെയ്തിട്ടില്ല. അന്ന് ഇതുപോലെ വളരെ മോശമായിട്ട്, വളരെ മൃഗീയമായിട്ട് ഇവരിൻ്റെ ഗ്രൂപ്പിലിട്ട് അങ്ങോളം ഇങ്ങോളം ഉള്ള ആൾക്കാർ വളരെ മോശമായിട്ട് പറഞ്ഞു. ഞാൻ ഇന്ന് ഒരു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. എനിക്ക് കഴിക്കാൻ തോന്നിയില്ല. ശരിക്കും ഞാൻ ഒരു വ്യക്തികളെയും പേരെടുത്ത് പറയുകയോ എൻ്റെ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഞാൻ ഒരു വ്യക്തിയുടെ പേരോ എൻ്റെ പ്രീവിയസ് പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഞാൻ ഒരു വ്യക്തിയുടെയും പേര് ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. അതിൽ വേറൊരു ആൾക്കാരാണ് വന്നിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ഒരു വ്യക്തിയുടെ പേര് എഴുതി ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന 5-6 ആളുകൾ കൂടിയിട്ട് ഭയങ്കരമായിട്ട് ആഹ്വാനം ചെയ്യുകയും 100ഓളം ആൾക്കാരടങ്ങുന്ന ഒരു പ്രൈവറ്റ് ഗ്രൂപ്പിലോട്ട് ആൾക്കാരെ ആഡ് ചെയ്യുകയും ആക്രമിക്കണം, അവളെ കല്യാണം മുടക്കണം, ഇതിലൊന്നും പെടാത്ത എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തിയെ പറ്റി വളരെയധികം മോശമായിട്ട് സംസാരിക്കുകയും അയാൾ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് പറയുകയും, ശരിക്കും അയാളെ വിവാഹം കഴിക്കാൻ ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്നത് തന്നെയാണ്. ഞാനൊരാളെ വിവാഹം കഴിക്കുന്നത് ആദ്യമായിട്ടാണ്. പ്രേമബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് വിവാഹം കഴിക്കുന്നത്. അങ്ങനെ പല പബ്ലിക് എൻ്റെ ന്യൂസുകൾ പറഞ്ഞ പോസ്റ്റുകളുടെ അടിയിൽ മൊത്തം ഞാൻ പിടിച്ചുപറിക്കാരിയാണെന്നും വളരെ മോശക്കാരിയാണെന്നും എൻ്റെ ഭർത്താവ് അങ്ങനെ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തി അങ്ങനെയാണെന്നും എന്ന് പറഞ്ഞിട്ട് ഇവർ വളരെ മോശമായിട്ട്, വളരെ മൃഗീയമായിട്ട് ഇങ്ങനെ പറഞ്ഞ് ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയില്ല, ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടാണ്. ചിലപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ്. ഇവർക്ക് മേലും കീഴും നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഞാൻ എൻ്റെ തൊഴിലെടുത്ത് സന്തോഷത്തോടുകൂടി
ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ സ്വഭാവങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ ഇവരെയൊക്കെ അവോയ്ഡ് ചെയ്ത് ഇവരുടെ ഇടയിൽ നിന്നൊക്കെ മാറി ജീവിക്കാൻ ആഗ്രഹിച്ച് മാറിപ്പോയി ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് പറ്റുന്നില്ല. എൻ്റെ നെഞ്ച് പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ശരിക്കും ഇത് കേൾക്കുമ്പോഴത്തേക്കും. ഞാനൊരാളെ മോശം പറയാനോ ഒരു വ്യക്തിനെ അങ്ങനെയാണെന്ന് പറയാനോ ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിനെ മെൻഷൻ ചെയ്തിട്ടും ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടില്ല. പക്ഷേ ഞാൻ തീർച്ചയായിട്ടും ഞാൻ പരാതി മൂവ് ചെയ്തിട്ടുണ്ട്, പരാതി ഇത് ചെയ്തിട്ടുണ്ട്. കാരണം അതിൻ്റെ എല്ലാത്തരം ഒരു 100-150ഓളം വോയിസ് ക്ലിപ്പുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്തരം മോശത്തിൽ സംസാരിക്കുന്നതും ഇങ്ങനെ ആക്രമിക്കാൻ പറയുന്നത് ഇവരിൽ ഒരുപാട് ഗുണ്ടായിസം ഉള്ള ആൾക്കാരുണ്ട്, ഗുണ്ടകളുള്ള ആൾക്കാരുണ്ട്, എന്നും ചെയ്യാൻ മടിക്കാത്ത ആൾക്കാരുണ്ട്. ഇതിൽ പറഞ്ഞൊരു വ്യക്തി കളക്ടറേറ്റിൽ മരത്തിന്റെ മുകളിൽ കയറി ചാടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ഒരു വ്യക്തിയുണ്ട്. അതുപോലെ തന്നെ പറയാൻ പാടില്ലാത്ത ഒരുപാട് പേരുടെ, ഞാൻ ഇവരുടെ പേര് ഇവിടെ മെൻഷൻ പക്ഷേ എൻ്റെ കൊടുത്തേക്കുന്ന കേസിൽ ഞാൻ ഇവരുടെ എല്ലാം പേര് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ കയ്യിൽ ഡിജിറ്റലായിട്ടുള്ള തെളിവുകളുണ്ട്, ഇവരുടെ വോയിസ് റെക്കോർഡുകളുണ്ട്. എന്നെ കൊല്ലണം, എന്നെ അങ്ങനെ ആക്കണം, എൻ്റെ വീട് ആക്രമിക്കണം, എൻ്റെ ഭർത്താവിനെ ഇതാക്കണം, എന്നെ എങ്ങനെ ആക്കണം, എൻ്റെ വീട്ടുകാരെ ഇതാക്കണം, ഇവള് പോകുന്ന സ്ഥലങ്ങളെല്ലാം മൈക്ക് കെട്ടി വെച്ച് പറയണം, അങ്ങനെ പറഞ്ഞ് ഇവള് പോകുന്ന സ്ഥലത്ത് ഇവള് വണ്ടി കൊണ്ട് പോകുമ്പോൾ എത്രയോ കണ്ടെയ്നർ ലോറികൾ പോകുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ലോറി അവളെ മേത്തോട്ട് എന്തുകൊണ്ട് കയറുന്നില്ല, അങ്ങനെ പറഞ്ഞിട്ട് വിവിധ തരത്തിൽ ഇവർ സംസാരിക്കുന്നുണ്ട്. എനിക്ക് കേട്ട് നമ്മൾ പുറത്ത് പറയാൻ പറ്റാത്ത തരത്തിൽ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. എനിക്കിത് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഇവരിൽ നിന്നൊക്കെ വിട്ട് മാറി എൻ്റെതായ ഒരു ഇതിൽ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ തൊഴിൽ ചെയ്ത് എൻ്റെ ഇത് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവർ പറയണേ ഇവക്ക് സോഷ്യലി നല്ല ഇമേജ് ഉണ്ട്, ഇവളെ കുറെ പൊതുസമൂഹത്തിലുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇവളെ പൊതുസമൂഹത്തിന്റെ സപ്പോർട്ട് ഇല്ലാണ്ടാക്കണം, ഇവളെ പൊതുസമൂഹത്തിന്റെ സപ്പോർട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സംഘടിക്കണം, ഇവള് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇവളെ മോശക്കാരിയാണെന്നും ഇവള് പിടിച്ചുപറിക്കാരിയാണെന്നും ഇവള് കട്ടവളാണെന്നും അങ്ങനത്തവളാണെന്നും ഇങ്ങനത്തവളാണെന്നൊക്കെ നമ്മൾ വിളിച്ചു പറഞ്ഞ് ഇവളെ ഇത് പ്രചരിപ്പിക്കണം. എങ്ങനെ ഇത്തരത്തിലുള്ള ഞാൻ എൻ്റെ മനസ്സുകൊണ്ടുപോലും ചെയ്തിട്ടില്ലാത്ത ഞാൻ ഒരു വിധത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഇത്തരം കെട്ടുകഥകളൊക്കെ ഉണ്ടാക്കി ആ ഗ്രൂപ്പിൽ പബ്ലിക്കിൽ പറയുന്നതേ ഉള്ളൂ. പക്ഷേ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ അത്രത്തോളം വിഷമം എനിക്ക് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഒരിക്കലും കുറേ കാലം, നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ കുറേ കാലമായി ലൈവിൽ വന്നിട്ട്, കാരണം എനിക്കത് വരേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റിയിട്ടില്ല. അത്രത്തോളം ഞാൻ ടോർച്ചറുകൾ നേരിടുന്നുണ്ട്, അത്രത്തോളം ആൾക്കാർ ടോർച്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെതായ ഡിജിറ്റൽ രേഖകളും കാര്യങ്ങളും എല്ലാം ഞാൻ പരാതിയോടൊപ്പം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഈ മനുഷ്യരുടെ പേരും വച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ആ മനുഷ്യരുടെ പേര് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഞാൻ വോയിസ് കേട്ടത് 5-6 ആൾക്കാരുടെ വോയിസ് ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ച് തന്നിട്ടുണ്ട്. കുറച്ചായിട്ടേ കേൾപ്പിച്ചിട്ടുള്ളൂ. അതിൽ ഇനി മോശമായിട്ട് അവർ പറയുന്നുണ്ട്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എന്തോ കുലസ്ത്രീയാണെന്നോ ഞാൻ അങ്ങനെയാണെന്നോ ഇങ്ങനെയാണെന്നോ ഞാൻ പെണ്ണ് ചമയുന്നെന്നോ ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഞാനൊരു പൂർണ്ണമായിട്ടുള്ള പെണ്ണാണെന്നോ ഒരിടത്തും എനിക്ക് പറയാൻ താല്പര്യമില്ല. ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളും ഇത്തരം അജണ്ടയും വെച്ചിട്ട് ഇവക്കൊക്കെയാണോ അവാർഡ് കൊടുക്കുന്നത്, ഇവളൊക്കെ കുലംകുത്തികളാണ്, ഇവർ പറയുന്ന എല്ലാ തെണ്ടിത്തരത്തിനും നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. എനിക്ക് എൻ്റെതായ വ്യക്തിപരമായിട്ടുള്ള നിലപാടുകളുള്ള വ്യക്തിയാണ്. എനിക്ക് എൻ്റെതായ വ്യക്തിപരമായിട്ടുള്ള നിലപാടുകളുണ്ട്. ഞാൻ അതുമായിട്ട് തന്നെ നിൽക്കും. നമ്മളുമായിട്ട് ചുറ്റപ്പെട്ട് നിൽക്കുന്ന മനുഷ്യർക്ക് നമ്മൾ കാരണം ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ള ഒറ്റ കാര്യമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. എനിവേ, നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈവ് പോകുന്നത്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഞാൻ ഇപ്പോഴും എൻ്റെ പോസ്റ്റിൽ ഞാൻ ഉറച്ചു തന്നെ നിൽക്കുന്നുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് ആ പോസ്റ്റിനോട് എനിക്ക് 100% എനിക്ക് യോജിച്ചേ പറ്റുള്ളൂ. ട്രാൻസ് വ്യക്തി എന്ന് പറഞ്ഞിട്ട് ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ച് അതിൽ മക്കളുള്ള ഒരു വിവാഹം നമുക്ക് നിർബന്ധമായിട്ട് ചിലപ്പോൾ ഫാമിലിയിൽ നിന്ന് നിർബന്ധമായിട്ട് നമ്മൾ കഴിച്ചേക്കാം. ചിലപ്പോൾ ഫാമിലിയൊക്കെ അത്രയും നിർബന്ധിച്ച് ചിലപ്പോൾ കഴിച്ചു പോയിട്ടുള്ള മനുഷ്യരുണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് ആസ് എ ട്രാൻസ് വുമൺ എന്നുള്ള എനിക്ക് ഒരിക്കലും ഒരു സ്ത്രീയോടൊപ്പം കഴിയാനോ അവരോടൊപ്പം ഒരു സെക്ഷലി ലൈഫ് എനിക്ക് ഒരിക്കലും സാധിക്കില്ല. കാരണം എനിക്ക് ഒരിക്കലും കഴിയില്ല.
എൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ എനിക്ക് അതിനൊരിക്കലും കഴിയില്ല. പക്ഷേ അങ്ങനെ നിർബന്ധിത വിവാഹത്തിനെതിരായ, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിവാഹത്തിനെതിരായ ആൾക്കാരെ ഞാൻ കുറ്റം പറയുന്നത്. കാരണം അവർ ഫാമിലി ഒരുപാട് നിർബന്ധിച്ചിട്ടുണ്ടായിരിക്കും, അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കും, അങ്ങനെ ചിലപ്പോൾ സമയം. പക്ഷേ ഒരു കല്യാണം കഴിച്ചിട്ട് വീണ്ടും ആ ഡിവോഴ്സായി വീണ്ടും ഒരു പെൺകുട്ടിയുടെ ജീവിതം കൂടി തകർത്ത് കുട്ടികളുടെ ഭാവി നശിപ്പിച്ചവർക്കെതിരെ ആണ് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് ആ നിലപാടിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള ഗുണ്ടായിസം നടത്തുന്ന ആൾക്കാരെ ഒരിക്കലും വച്ചു പൊറുക്കരുത്. ഭാവിയിൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വ്യക്തികളെ ഒരു കാരണവശാലും വെറുതെ വിടരുത്. അവർക്കെതിരെ നിയമ നടപടി ഉണ്ടാവണം. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. താങ്ക് യു.